43 വയസ്സുള്ള ഒരു അച്ഛൻ, അങ്ങനെ വിളിക്കാൻ കൊള്ളില്ല, ആ വാക്കിന് തന്നെ അതൊരു നാണക്കേടാണ്. എന്തായാലും ആ 43 വയസ്സുള്ള മഹാൻ ചെയ്തു കൂട്ടിയ ക്രൂരത പുറത്താകുമ്പോൾ നമ്മൾ ഇവിടെ ആരെയാണ് പഴിക്കേണ്ടത്? കാരണം ഇന്നിതൊന്നും നമ്മുടെ നാട്ടിൽ അത്ര ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, സ്ഥിരം കാഴ്ചയായി കഴിഞ്ഞു. നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പത്തനംതിട്ടയിൽ നടന്നത്. ഒരച്ഛൻ താൻ ജന്മം കൊടുത്ത മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. അതും വെറും 8ാം ക്ലാസ്സുകാരിയായ കുഞ്ഞിനെയാണ്. അതെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ബന്ധങ്ങൾക്കും ഒരു കെട്ടുറപ്പോ വൈകാരിക ബന്ധങ്ങളോ ആത്മാർത്ഥതയോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ വക വാർത്തകളൊക്കെ ഇന്ന് സർവ്വസാധാരണമാണ്. ഒറ്റപ്പെട്ട വാർത്തയിൽ നിന്നും ഇതൊക്കെ പതിവ് വാർത്തയായി മാറി. അച്ഛനായാലും അമ്മയായാലും സഹോദരനോ സഹോദരിയായാലും ഏത് ബന്ധവും ഇന്ന് സ്വാർത്ഥത എന്ന മതിൽ കൊണ്ടൊക്കെ വേർതിരിച്ച് ഇട്ടിരിക്കുകയാണ്. കാമം എന്ന വികാരമൊക്കെ ഇന്ന് ആർക്കും ആരോടും തോന്നുന്ന സ്ഥിതിയിലേക്കുമായി. അമ്മയോടോ സഹോദരിയോടോ എന്നൊരു വേർതിരിവില്ലാത്ത വിധത്തിൽ. എങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തോന്നുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. താൻ ജന്മം കൊടുത്ത തന്റെ രക്തത്തിൽ തന്നെ പിറന്ന മകളോട് തന്നെ എങ്ങനെ ഇയാൾക്ക് ആ ഒരു കണ്ണോടെ നോക്കാൻ പോലും സാധിച്ചു? അത് ചിന്തിക്കുമ്പോഴേ തന്നെ അത്ഭുതമോ ദുഃഖമോ ഒക്കെയാണ് മനസ്സിലേക്ക് തികട്ടി വരുന്നത്. എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു അല്ലേ നമ്മുടെ ഈ കേരള സമൂഹം. ഇനി നമുക്ക് ഈ സംഭവത്തിലേക്ക് പോകാം. ശാരീരികമായി അസ്വസ്ഥത പ്രകടിപ്പിച്ച 14 വയസ്സുകാരിയെ കുട്ടിയെയും കൂട്ടി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ വെച്ച് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായി തൊട്ടടുത്തുള്ള ലാബിലേക്ക് ഇവരെ പറഞ്ഞു വിട്ടു. ഇവിടെ വെച്ച് നടത്തിയ ടെസ്റ്റിലാണ് പെൺകുട്ടി 7 ആഴ്ച ഗർഭിണിയാണ് എന്ന കാര്യം കണ്ടെത്തിയത്. ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കേസിലെ പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ വ്യക്തി പത്തനംതിട്ടയിലെ ഈ ഗ്രാമത്തിലേക്ക് ജോലിയുടെ ആവശ്യത്തിനായി സ്ഥലം മാറി വന്ന് താമസം തുടങ്ങുന്നത്. അവിടെ വെച്ച് കുട്ടിയുടെ അമ്മയെ പരിചയപ്പെട്ട് അടുപ്പത്തിലായി. പിന്നീട് ഇരുവരും ചേർന്ന് ഒരുമിച്ച് താമസിച്ചു വരികയാണ്. രണ്ടുപേരും നിയമപരമായി വിവാഹിതരുമല്ല. ഇവർക്കാകെ ഈ പെൺകുട്ടി അടക്കം 3 കുട്ടികളാണുള്ളത്. ഈ കുഞ്ഞുങ്ങളെല്ലാം സാധാരണ ഒരുമിച്ചാണ് കിടന്നുറങ്ങാറുള്ളത്. അങ്ങനെ ഒരു ദിവസം കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പിതാവ് വന്ന് ഉറക്കത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നാണ് മൊഴി. ടെസ്റ്റിന് ശേഷം നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരത്തെ സംബന്ധിച്ച മൊഴി നൽകിയത്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അച്ഛൻ മകൾ ബന്ധത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് തീർച്ചയായും എങ്ങനെ കുറച്ചു കാണാൻ സാധിക്കും അല്ലേ? ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ച് പുറത്തുനിന്ന് അറിയാത്തവർ കൊടുക്കുന്നതൊന്നും കഴിക്കരുതെന്നും അവരോടൊന്നും അധികം മിണ്ടരുതെന്നും പഠിപ്പിച്ചു വിടുന്ന അമ്മമാരായിരുന്നു നമ്മുടെ സമൂഹത്തിന് ആവശ്യം. കൂടാതെ അങ്ങനെയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് അതൊന്നും പോരാ. അതിപ്പോ ആൺകുട്ടിക്കായാലും ശരി പെൺകുട്ടിക്കായാലും ശരി. പെൺകുട്ടികൾ മാത്രമല്ല ഇതുപോലെയുള്ള വെല്ലുവിളികൾ നേരിടുന്നത്, അറിയാമല്ലോ. ആൺകുട്ടികൾക്കൊക്കെ പൊതുവെ ഇത് പുറത്തു പറയാൻ പെൺകുട്ടികളെ അപേക്ഷിച്ച് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ സമൂഹത്തിന്റെ സ്റ്റീരിയോ ടൈപ്പിംഗ് അറിയാമല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷയൊരുക്കുക എന്ന് പറയുന്നത് വലിയ കടമ്പ തന്നെയാണ്. അച്ഛനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ ബന്ധുക്കളെയോ അങ്ങനെ ആരെയും ഇന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ മലയാളി എന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്നാൽ ഇന്ന് ഈ ഒരു ലേബൽ പുറത്തുപോയി പറയാൻ തന്നെ നാണക്കേടായി. കേരളത്തിൽ ഈ 2025 ആരംഭം തൊട്ടേ ഒരുപാട് ക്രൈമുകളൊക്കെ സംഭവിച്ചു അല്ലെ? സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഷഹബാസിന്റെ കൊലപാതകം ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേരെ അതിപൈശാചികമായി കൊന്ന അഫാന്റെ ക്രൂരത വരെ. ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഒരുപാട് ക്രൈമുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ തന്നെ 2K കിഡ്സിനാണ് പഴി മുഴുവനും കേൾക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ അവരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞാൽ മതിയോ? ബാക്കിയുള്ളവരൊക്കെ എന്താ ഡീസന്റ് ആണോ? 90കളും 80കളും 70കളും എല്ലാ കാലഘട്ടത്തിലുള്ളവർക്കിടയിലുമുണ്ട് ഈ ക്രിമിനൽസ് ഒക്കെ തന്നെ. അതാണ് ഈ സംഭവത്തിലൂടെയും അടിവരയിട്ട് കാണിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് 14ഉം 13ഉം വയസ്സുള്ള സഹോദരങ്ങൾ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ഗർഭിണിയായ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയപ്പോഴും നമ്മൾ ഇതേ 2Kകളെയാണ് വിമർശിച്ചത്. ഇന്നത്തെ കുട്ടികൾക്ക് ബന്ധങ്ങൾക്കൊന്നും വിലയില്ല എന്നും പറഞ്ഞ്. എന്നാൽ ഇന്ന് ഇതിലും ക്രൂരമായ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിൽ 43 വയസ്സുള്ള ഒരു അച്ഛൻ, അങ്ങനെ വിളിക്കാൻ കൊള്ളില്ല, ആ വാക്കിന് തന്നെ അതൊരു നാണക്കേടാണ്. എന്തായാലും ആ 43 വയസ്സുള്ള മഹാൻ ചെയ്തു കൂട്ടിയ ക്രൂരത പുറത്താകുമ്പോൾ നമ്മൾ ഇവിടെ ആരെയാണ് പഴിക്കേണ്ടത്? കാരണം ഇന്നിതൊന്നും നമ്മുടെ നാട്ടിൽ അത്ര ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, സ്ഥിരം കാഴ്ചയായി കഴിഞ്ഞു. എന്നും പത്രം തുറന്നാലും വാർത്ത വെച്ചാലും ഇതൊക്കെ തന്നെയാണ് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പറയേണ്ടത്?
പേടിയാവുകയാണ്. പോയി പോയി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്നോർത്ത്. നിങ്ങൾക്കും തോന്നില്ലേ, ബന്ധങ്ങൾക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിനിടയിൽ മൂല്യമുണ്ടോ, ബഹുമാനമുണ്ടോ, നിഷ്കളങ്കമായ സ്നേഹമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ പഴങ്കതയായി എന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് തന്നെയായാലും തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.